വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ദുബായ് വരെ പോവാണ് കേട്ടോ. സിജുവിന്റെ സാറിന്റെ വീട് വരെ പോവാണ്. ആള് വിളിച്ചിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ വരെ ചുമ്മാ സൺഡേ ആണല്ലോ, പിന്നെ അവിടെ വരെ പോവാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. നമ്മളങ്ങനെ ഇവിടെ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വന്നേക്കാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്ഥിരം ഫ്രൂട്ട്സ് വാങ്ങിക്കാറ്. ഇത് അബുദാബിയിൽ ഷാബിയയിലുള്ളൊരു ഫ്രൂട്ട്സ് കടയാണ്. നല്ല ഫ്രഷാണ് കേട്ടോ ഇവിടുത്തെ. അങ്ങനെ ഞങ്ങളിതിപ്പോൾ ഓരോന്നൊക്കെ വാങ്ങിച്ചു. അവളെ ഓരോന്ന് കഴിച്ചുകൊണ്ടി കാണിക്കുന്നുണ്ട്. അവൾക്കെടുത്ത് കളിച്ച് ഓടി നടന്ന് കളിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും അതിനൊരു മാങ്ങ വാങ്ങിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഒരു തവണ ഇവിടുന്ന് വാങ്ങിച്ചിരുന്നു മാങ്ങ. അന്ന് എന്താ പറയുക, പ്രത്യേക രുചിയാണ്. ഇത്രയും ടേസ്റ്റ് ഇത് സ്ഥലത്തും കഴിച്ചിട്ടില്ല. ഈ ചുണ്ടാപ്പിൻ്റെ ഒരു മിഠായിയും ഓറഞ്ചുണ്ട്. അത് അവിടുത്തെ കടയത്തെ ചേട്ടൻ കൊടുത്തതാണ്. ഞങ്ങൾ വേണ്ടാന്നൊക്കെ പറഞ്ഞു. ഇവള് അതിന് മുമ്പ് ഒരു ഓറഞ്ച് പിടിച്ച് ഓടി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് പിന്നെ ആൾ പിടിച്ചോളാൻ കൊടുത്തതാണ്. അങ്ങനെ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുണ്ടപ്പോൾ നോക്കിയിരിക്കുകയാണ്. ആൾക്ക് ഇനി കുറച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ വാശിയൊക്കെ ആവും. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുകയാണ്. അപ്പോൾ ഇനി മാങ്ങ തിന്നാൻ പോവാം. സിജോ കഴിച്ചില്ല കേട്ടോ. സിജോ രാവിലെ തന്നെ ആയതുകൊണ്ട് മാങ്ങ വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് എപ്പോൾ കിട്ടിയാലും ഞാൻ മാങ്ങ കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഉപ്പിലിട്ട മാങ്ങ. ചുണ്ടുവന് ഒരു കടി വെറുതെ ഒന്ന് കടിക്കുള്ളൂ, പിന്നെ ആൾ കഴിക്കില്ല. അതിൻ്റെ പുളിയൊന്നും അങ്ങനെ ആൾക്ക് ഇഷ്ടമല്ല. ഞാൻ ഇതാ കഴിച്ചു. സൂപ്പർ ടേസ്റ്റാണേ. നമ്മളങ്ങനെ അവിടെ നിന്ന് ഒരു 11:45 തോന്നുന്നു ഇറങ്ങിയപ്പോൾ കേട്ടോ. ലേറ്റായി. ഇവിടെ ഇപ്പോൾ ഒരു 12:45 കഴിഞ്ഞു. നമ്മളിപ്പോൾ ദുബായിലൂടെ എത്താറായി. നമ്മളിങ്ങോട്ട് എത്തി. ചുണ്ടുവിന് കളിക്കാനായിട്ട് കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. ഇതെല്ലാം സാറിൻ്റെ കസിൻസാണ്. ഇതാണ് സാറിൻ്റെ വൈഫ് ഡാലി ചേച്ചി. അത് മോൻ. അവിടെ ഇരിക്കുന്നതാണ് സാറ്. നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ഒന്നും സമയം ഉണ്ടായില്ല. അവൾ പിന്നാലെ ആയിരുന്നു. പിന്നെ ചെറുതായിട്ട് അവിടെ നിന്നൊക്കെ എടുത്തതെന്നുള്ളൂ. ചുണ്ടിനൊരു കാറൊക്കെ ഇട്ടിട്ടുണ്ട് കളിക്കാനായിട്ട്. ആളതിൻ്റെ പിന്നാലെയാണ്. കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിട്ടോ കളിക്കാനായിട്ട്. അവളതുകൊണ്ട് ഹാപ്പി ആയിരുന്നു. ഞങ്ങളിത് അവൾക്ക് പിന്നെ ഫുഡൊക്കെ കൊടുക്കുകയാണ്. കുട്ടികൾക്ക് ഞങ്ങൾ നേരത്തെ ഫുഡൊക്കെ കൊടുത്തു. ഡാലി ചേച്ചി നെയ്ച്ചോറും ബിരിയാണിയൊക്കെയാണ് കേട്ടോ വെച്ചിരുന്നത്. പിന്നെ ചിക്കൻ, ബീഫ് അങ്ങനെ പലതരം ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ചുണ്ടു കൂടെ വന്നിട്ട് കുറേ കുട്ടികളെ ഇപ്പോൾ ഒരുമിച്ച് കളിക്കുന്നത് ആദ്യമായിട്ടാണ്. സിജോ ഫുഡ് കഴിക്കുമ്പോൾ ആൾ മടിയിൽ കയറി ഇരുന്ന് അവിടെ നിന്ന് ചിപ്സൊക്കെ എടുത്ത് കഴിച്ചു. ഇതാണ് ഡാലി ചേച്ചി. ഡാലി ചേച്ചി നല്ല കുക്കാണ് കേട്ടോ. സിജു മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആൾ നന്നായിട്ട് ഫുഡൊക്കെ വെക്കും, നല്ല ടേസ്റ്റ് ചെയ്യാമെന്നൊക്കെ. ഇപ്പോഴാണ് എനിക്കൊന്ന് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയത്. നല്ല ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ ഇതാണ് ചുണ്ടുവിനോട് വന്നിട്ട് കൂടുതൽ നേരം കുട്ടിയുടെ കൂടെയാണ് കേട്ടോ കളിച്ചത്. അവനായിട്ട് ആൾ പെട്ടെന്ന് കമ്പനിയായി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് റൂമിൽ നിന്ന്. ഞങ്ങൾക്കിനി വേറൊരു സ്ഥലം വരെ പോകാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങി. നേരത്തെ എന്ന് വെച്ചാൽ 5 മണിയായിട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമാണ് ഫസ്റ്റ് ഇറങ്ങിയത്. ചുണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. സാരില്ല അവളിപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതിൻ്റെ കരച്ചിലും വാശിയാണ് കേട്ടോ. ഇത് അവിടെ നിന്ന് പോകുന്നതിൻ്റെ വാശിയാണ്. ഇനിയിപ്പോൾ കാറി ചെന്ന് കുറേ നേരം ഇരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നെയ്ച്ചോറും ബിരിയാണിയായിരുന്നു. ചുണ്ടാപ്പ് ഹാപ്പി. ചുണ്ടാപ്പിനെ കളിക്കാൻ കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു. ചുണ്ടാപ്പൊന്നും പോരുണ്ടായിരുന്നില്ലേ, ഭയങ്കര കളിയായിരുന്നു. ഇനി ഞങ്ങള് സിജോന്റെ റൂമിലുണ്ടായിരുന്നിരിക്കണ്ടേ. അപ്പൊ ഇവിടെ ആള് താമസിക്കണ്ടേ. അപ്പൊ അവിടെ പോയിട്ട് ആളൊന്ന് കാണണം. ഇനി ഞങ്ങൾ പതുക്കെ ഇപ്പൊ സമയം 5:30 ആയി. ഇനി പതുക്കെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, അങ്ങനെയൊക്കെ. പിന്നെന്താ, പിന്നെ ഗിഫ്റ്റ് വാങ്ങിക്കണ്ടേ. ഞാനൊന്ന് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു എനിക്കൊരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കുറേ പേരൊന്ന് 200 സംതിങ് വ്യൂസ് അങ്ങനെ ഉണ്ടായിരുന്നു. അതിലാകെ കുറച്ച് പേര് മാത്രം എന്താണെന്നുള്ളത് ചോദിച്ചോളട്ടെ, എന്തൊക്കെ ഹെൽപ്പ് വേണ്ടത്. കുറേ പേര് സ്മൈലിയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ വേണ്ട ഹെൽപ്പ് വേണ്ടെന്നൊക്കെ വെച്ച് കുറച്ച് പേര് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പം അതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു ഇതില്ല. അപ്പം നമ്മൾ 3 പേരെ മാത്രം സെലക്ട് ചെയ്തിട്ട്, അയാൾ ഇന്നലെ ഞാൻ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇടാട്ടെ അതിൽ. അപ്പം അവർക്കായിട്ട് ചെറിയൊരു ഗിഫ്റ്റ്
ഞങ്ങൾക്ക് എന്നാലും ഇപ്പൊ ഗിഫ്റ്റ് വാങ്ങിച്ചേക്കുന്നുള്ളൂ. നാട്ടിൽ വരുന്ന സമയത്താണ് ഇനിയിപ്പോ കൊടുക്കുള്ളൂ. സിജാൻ ഇപ്പൊ എന്നാലും ലീവ് കിട്ടാന്ന് അറിയില്ല. അപ്പൊ നാട്ടിൽ പോണ സമയത്താണ് അപ്പൊ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാം. കാരണം നമുക്ക് അറിയേണ്ട നമ്മളൊരു ഹെൽപ്പ് ചോദിച്ചപ്പോ ആരൊക്കെയാണ് നമുക്ക് തരാൻ. നമ്മൾ എന്താ പറയാ ഹെൽപ്പ് എന്തെങ്കിലും റിപ്ലൈ തന്ന ഒരു സന്തോഷമല്ല. അപ്പൊ എനിക്ക് റിപ്ലൈ കിട്ടിയപ്പോ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാരും കൂടി ഇവിടെ തമാശ കിട്ടതാണ് അറിയാനായിട്ട് ഇട്ടതാണ്. അപ്പൊ അവരുടെ പേര് ആരൊക്കെയെന്ന് ഞാനിപ്പോ വീഡിയോയിൽ ഇടാം. അതിപ്പോ നമുക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാം ആദ്യം. എന്നിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ച് വെക്കും, നാട്ടിൽ വരുമ്പോൾ കൊടുക്കും. അപ്പം നമ്മളിപ്പോൾ പോവാണ് അങ്ങോട്ട്. ചേട്ടാ ഇത് ഞാൻ ഇന്നലെ തന്നെ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. അപ്പം നമുക്ക് കാണാം കേട്ടോ നമുക്ക് ആരെ കിട്ടിയെന്നുള്ളത്. ഞാൻ ഇന്നലെ ഒരു സ്റ്റാറ്റസിലുണ്ടായിരുന്നു, ഇന്നലെ അല്ല 2-3 ദിവസം മുമ്പ് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിട്ടാണ്. ജസ്റ്റ് തമാശ കിട്ടതാണ്. നമുക്ക് നമ്മൾക്ക് നമ്മുടെ മെസ്സേജ് റിപ്ലൈ തരുമെന്ന് അറിയാൻ വെച്ചിട്ടതാണ്. ഇത് 200 എത്രയോ വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ വളരെ കുറവ് പേര് മാത്രം നമ്മൾ ചോദിച്ചു എന്ത് ഹെൽപ്പാണ് വേണ്ടത്. കുറെ പേര് സ്മൈലിയും ക്വസ്റ്റ്യൻ മാർക്കൊക്കെ അതിനായിട്ട് ചോദിച്ചു. അതിൽ കുറച്ച് പേര് മാത്രമേ എന്താ പ്രശ്നം, എന്ത് ഹെൽപ്പ് വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുള്ളൂ. സംഭവം നമ്മൾ തമാശ തന്നെ. പക്ഷെ നമ്മൾക്ക് അർജന്റ് എന്തെങ്കിലും സീരിയസ് ആയിട്ടൊരു കാര്യത്തിന് നമ്മൾ ഹെൽപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ആർക്കും നിൽക്കുന്നത് നമുക്ക് അറിയേണ്ടത്. അതുകൊണ്ട് ഞാൻ ചുമ്മാ ചോദിച്ചതാണ്. പക്ഷെ ഇത് ഇപ്പൊ മെസ്സേജ് റിപ്ലൈ തരാതിരുന്ന ആൾക്കാർ നമുക്ക് ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. കുറെ പേര് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. കുറെ പേര് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തിട്ടുണ്ട്. ഇന്നും നമ്മൾ ഒരു മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ അതിനെ ഹെൽപ്പ് ചോദിക്കുമ്പോൾ അതിന് റിപ്ലൈ തന്ന ആൾക്കാരുണ്ട്. പിന്നെ എല്ലാവരും തിരക്കൊക്കെ അല്ലേ എല്ലാവരും. ഞാൻ ഇങ്ങനെ എൻ്റെ ഈ പൊട്ടത്തരത്തിന് ആരും ഇങ്ങനെ റിപ്ലൈ നോക്കിയിരിക്കുക. എല്ലാവർക്കും അവരെ തിരക്കുണ്ട്. പിന്നെ ജോലി തിരക്കിക്കുന്ന എന്നാലും നമുക്കിപ്പോൾ ഇന്ന് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്തായാലും 24 മണിക്കൂർ എന്തായാലും അത് കിടക്കും. ചേട്ടൻ എപ്പോഴും നമുക്ക് റിപ്ലൈ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതിൽ കുറച്ച് പേര് മാത്രമേ റിപ്ലൈ അയച്ചുള്ളൂ. അതിൽ ഞാനൊരു പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ, ചുമ്മാ മാറി. അപ്പം ഞാൻ ചുമ്മാ ഒരു ഗിഫ്റ്റൊക്കെ ചെറിയ ഗിഫ്റ്റ് ഇട്ട നമുക്ക് പറ്റാവുന്ന രീതിയിൽ. അപ്പം നാളെ ഞങ്ങൾ ദുബായിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരാവശ്യത്തിനായിട്ട്. അപ്പോൾ പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു. കുറച്ച് പേര് ഒന്ന് അമ്മു ആണ് കേട്ടോ. എന്നോട് ചോദിച്ചത് ആദ്യം ചോദിച്ചത് അമ്മു ആണ് കേട്ടോ. അമ്മ കണ്ടപ്പേനെ ചോദിച്ചാൽ എൻ്റെ കൂടെ പഠിച്ചതാണ് അവള്. കിങ്സ്റ്റൺ അക്കാഡമിയിൽ അഷ്ടമിച്ചിറയിൽ ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. എൻ്റെ ഭയങ്കര കൂട്ടുകാരിയായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ ഡെയിലി മെസ്സേജിലൊന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ അത്യാവശ്യം സ്റ്റാറ്റസ് കാണുമ്പോൾ മാത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിപ്ലൈ അയക്കുള്ളൂ. അമ്മ ഇപ്പോഴും ഞാനായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. ഇപ്പോഴും നന്നായി മെസ്സേജ് ഇറക്കിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ. പിന്നെ ഒന്ന് ജാസ്മിനാണ്. അവള് എനിക്ക് ഡെയിലി മെസ്സേജ് അയക്കുന്നുണ്ട്. ഒന്നിലൊക്കെ അയച്ചുകൊണ്ടിരിക്കും. അവള് ചോദിച്ചായിരുന്നു. അവളിപ്പോ ചോദിച്ചില്ലെങ്കിലും എന്തെങ്കിലും നോ പ്രോബ്ലം. കാരണം ആള് ഡെയിലി മെസ്സേജ് അയക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ ചോദിച്ചോണ്ടൊക്കെ. പിന്നെ അലീന എന്നോട് BCom പഠിച്ചാണ്. 3 വർഷം ഞങ്ങൾ ഭയങ്കര കട്ട ചങ്സ് ആയിരുന്നു. ഇപ്പോഴും ഫ്രണ്ട്സൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളങ്ങനെ ഡെയിലി മെസ്സേജ് അയക്കുന്നൊന്നുമില്ല. ഇപ്പൊ 4 ഞാൻ ഡെയിലി മെസ്സേജ് അയക്കില്ല കേട്ടോ, വല്ലപ്പോഴും മാത്രം. എല്ലാ വീട്ടും അങ്ങനെ തന്നെയുണ്ട്. ഇപ്പൊ കുറച്ച് മെസ്സേജ് കുറഞ്ഞു, കാരണം എല്ലാവരും തിരക്കിലാണ്. അപ്പൊ പഴയ പോലെ നമുക്ക് ഇതിനു വേണ്ടി റിപ്ലൈ കൊടുക്കാനോ ഇതിനും റിപ്ലൈ കൊടുക്കാറുണ്ട്, ചോദിക്കാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒന്ന് അലീനയാണ് ചോദിച്ചത്. പിന്നെ അങ്ങനെ ചേച്ചി വീടിനടുത്തുള്ള ചേച്ചിയാണ് കേട്ടോ. അപ്പൊ ചോദിച്ചായിരുന്നു ചേച്ചിയോട് ചോദിച്ചു. രേഷ്മ നാളെ പിന്നെ ചേച്ചി അതും എന്റെ വീടിനടുത്തുള്ള ചേച്ചിയാണ്. പിന്നെ അമ്മു ചേച്ചിയാണ്. അമ്മു ചേച്ചി ഉമ്മയൊക്കെ തന്നു. പിന്നെ ഭയങ്കര സങ്കടമായി. ഞങ്ങള് മെസ്സേജ് നാളത്തേക്ക് എന്തെങ്കിലും ഒരു സ്റ്റാറ്റസ് കണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ വെച്ച് നോക്കുമ്പോ ഈ അമ്മു ചേച്ചിയുടെ മെസ്സേജിൽ കുറവ്. അപ്പം എന്റെ തൊട്ടടുത്ത വീട് അമ്മു ചേച്ചിയുടെ ഭയങ്കര കളിക്കൂട്ടുകാരായിരുന്നു പണ്ടൊക്കെ. പിന്നെ കല്യാണം കഴിഞ്ഞ് പോയി ഞങ്ങൾ 2 പേരെ. പിന്നെ ഒരു കോണ്ടാക്ട് ഒന്നും ഉണ്ടായില്ല. പിന്നെ കുറെ നാൾ മുമ്പുണ്ടെങ്കിൽ നമ്പർ വരെ കിട്ടിയത് ആളുടെ. അപ്പൊ ആള് എന്നോട് രാത്രിയാണ് ചോദിച്ചത്. നട്ടപ്പാതിരേ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ അവിടെ. ഇവിടെ ഒരു 12 മണി സമയത്ത് എപ്പോഴോ രാത്രിയാണ്. അപ്പോഴും ചോദിച്ചോടി എന്താടാന്ന് വെച്ചിട്ടൊക്കെ കോളൊക്കെ വന്നായിരുന്നു. അപ്പൊ ഈ ഉമ്മയൊക്കെ തന്ന ആള്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടത്. അമ്മ ചേച്ചിയാണ് പിന്നെ ചോദിച്ചത്. പിന്നെ സിൽമ എൻ്റെ ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയായിരുന്നു കേട്ടോ ഷോപ്പില്. അവളും ചോദിച്ചത് എൻ്റെ അടുത്ത് എന്ത് ഹെൽപ്പ് വേണ്ടേന്ന്. ശരിയല്ലേ സിൽമ?
പിന്നെ പൊന്നൂസ് എന്റെ ചേച്ചിയുടെ മോനെ ഉണ്ടാവും. അവൻ വിളിപ്പേരാണ് പൊന്നൂസ്. ശരിക്കും പേര് അഭിനീഷ് എന്നാണ്. അവനിവിടെ ഷാർജയിലുണ്ട്. അവൻ ചോദിച്ചു എന്താണെന്നോ. അത് പിന്നെ സാധു ചേച്ചി അല്ലാതെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇന്ന് തന്നെയല്ല, ചോദിക്കാണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആളിപ്പോഴും ഞാൻ കോണ്ടാക്റ്റിലുള്ള ആളാണ്. ഇല്ലെങ്കിലും ആളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ആള് ഇവരെന്തെങ്കിലും മാർഗം കണ്ടു തന്നിട്ടുണ്ട്. പിന്നെ സാധീശെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധു ചേച്ചി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും ആയിരുന്നില്ല. ചേച്ചീനെ പോലെ ആളെ എന്നോട്ട് താഴെയാണ്. എന്നോട്ട് ഒരു വയസ്സൊന്നല്ല, 3 വയസ്സിന് താഴെയാണെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ അന്ന് ആള് മാരേജ് കഴിഞ്ഞാൽ കുട്ടി വെക്കുന്നുണ്ട്. അപ്പൊ എന്റെ കണ്ണിൽ ഞാൻ ആളെ ചേച്ചിന്ന് അങ്ങനെ വിളിച്ചു തുടങ്ങി. പിന്നെ അത് മാറ്റാൻ പറ്റിയില്ല. അപ്പൊ സാധിച്ചെന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നല്ല, പക്ഷെ എനിക്കൊരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ എന്നെ അതിൽ നിന്നൊക്കെ അങ്ങോട്ട് പിടിച്ചു നിർത്തിയ ആളാണ് സാധു ചേച്ചി. എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ആൾക്ക് അറിയൊന്നുമില്ല. ആളുടെ എല്ലാ കാര്യവും എനിക്കും അറിയില്ല. പക്ഷെ നമുക്കൊരു ഹെൽപ്പ് വേണ്ട സമയത്ത് അതൊന്നും അല്ലട്ടെ. ഇതിപ്പോ കളിച്ച് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചില്ലെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ ഹെൽപ്പ് ലൈഫിൽ തന്നെ എൻ്റെ ഒരു വലിയൊരു ഇതിൽ തന്നെ പിടിച്ചു വരുന്ന ആളെന്ന് സാധിച്ചിട്ടാ. ഒരാളുടെ ഒറ്റ ഡയലോഗ് കൊണ്ടാണ് ഞാൻ തോന്നണം ഇവിടെ എങ്ങനെയല്ല അതെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആള് ഇപ്പോഴും കൂടെ ഉണ്ട്. ആള് ഇനി എന്ത് ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ആള് ചെയ്ത ഹെൽപ്പൊക്കെ എനിക്ക് അന്ന് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഞാൻ ഒരിക്കലും നടക്കില്ല. പിന്നെ നമ്മുടെ വീടിനടുത്തുള്ള ഷെന്നു, എൻ്റെ കൂട്ടുകാരത്തിയാണ് ഷെന്നു. അവൾ എൻ്റെ പണ്ട് തുടങ്ങിയ കൂട്ടുകാരത്തിയാണ്. അവൾ എന്നോട് ചോദിച്ചു, അവളിങ്ങനെ ഇതൊക്കെ ആയിട്ട് ചോദിച്ചു, ക്വസ്റ്റ്യൻ മാർക്ക് സ്മൈലൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ ഷാഹിനെ ചോദിച്ചായിരുന്നു. സിജോന്റെ ഫ്രണ്ടിന്റെ വൈഫാണ്. പിന്നെ അഞ്ജലി ചോദിച്ചായിരുന്നു, സിജോന്റെ ഫ്രണ്ടിന്റെ വൈഫാണ്. പിന്നെ നന്ദു എൻ്റെ വീടിനടുത്തൊരു കുട്ടിയാണ് കേട്ടോ. പിന്നെ കുഞ്ഞു ചേച്ചി എൻ്റെ വീടിനടുത്തുള്ള ചേച്ചിയാണ്. അപ്പൊ ചോദിച്ചായിരുന്നു. പിന്നെ ഇവരാണ് എന്നോട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചത്. അപ്പൊ കുറച്ച് പേരുടെ പേര് മാത്രം ഇത്ര പേര് ചോദിച്ചോളൂ കേട്ടോ. വളരെ ചോദിച്ചിട്ടുള്ളൂ. 10-12 പേരാണ് ചോദിച്ചിട്ടുള്ളൂ എന്താ വേണം. അപ്പൊ ഇവരിന്ന് ഞാൻ ഒരാളെ സെലക്ട് ചെയ്യും, ഒരാള് 3 പേരെ സെലക്ട് ചെയ്യും. നമ്മൾ ഇതിലെല്ലാരും പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളത് എടുക്കാൻ പോണേ, 3 ആളെ സെലക്ട് ചെയ്യാൻ പോണേ. ചേച്ചിമാരുടെ പേരെടുത്തേ. 1 എടുത്തു, 2 എടുക്കാൻ എടുത്തു, 3 പേരുടെ പേരും എടുത്തു. നോക്കട്ടേട്ടാ. 3 പേരുടെ പേര് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പം ഞാൻ നാളെ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ ദുബായിൽ നിന്നും വിടയാണ് ഗൈസ്. കണ്ടു, ഇതാണ് ദുബായ് അല്ല ചുണ്ടപ്പൂ. ഇനി പോകും വഴിക്ക് പള്ളിയിൽ പോണ്ടേ. ഇനി അവിടെ ചെന്നിട്ട് വേണം പള്ളിയിൽ പോണം. എന്നിട്ട് വേണം റൂമിലേക്ക് പോകാനായിട്ട്. ഞാനിപ്പോൾ കമ്മൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ വന്നത്. വലിയ അത്ര റേറ്റിൻ്റെ കമ്മലൊന്നുമല്ല, എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരു ചെറിയ ഗിഫ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമെത്തി. കുറച്ച് ലേറ്റായി എത്തിയപ്പോൾ. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു. ഇതെല്ലാം നമുക്ക് കിട്ടിയത്
സിൽമേനെയും അമ്മൂനെയും അമ്മുച്ചിച്ചിനെയാണ് കേട്ടോ കിട്ടിയത്. വണ്ടിയുടെ പേപ്പർ എന്തേ കൊണ്ടെടുത്തുള്ളൂ. അപ്പോൾ അമ്മു എൻ്റെ കൂടെ പഠിച്ചതാണ്, കിങ്സ്റ്റണിൽ പഠിച്ചത്. അമ്മു ചേച്ചി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ്. സിൽമ എൻ്റെ ചേച്ചിയുടെ കൂടെ ഷോപ്പിൽ വർക്ക് ചെയ്ത കുട്ടിയാണ്. അപ്പോൾ ഇവർക്കായിട്ട് ഞാൻ കമ്മലെടുത്തത് കേട്ടോ. ഞാനത് അത് കാണിച്ചു തരാം. ഇത് സ്റ്റോൺ വർക്കൊക്കെ കമ്മലാണ്. ഫങ്ഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കമ്മലാണ് കേട്ടോ അത്. പിന്നെ ഇതാണ് ഞാൻ അമ്മുച്ചിക്ക് വേണ്ടി എടുത്ത കമ്മൽ. ഇങ്ങനെ കാണിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഞാൻ വെച്ച് കാണിക്കുന്നതിൽ നല്ലത് ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും. ഇതാണ് ഞാൻ അമ്മുച്ചിക്ക് വേണ്ടി വാങ്ങിച്ച കമ്മൽ. പിന്നെ ഇതാണ് ഞാൻ അമ്മൂന് വേണ്ടി വാങ്ങിച്ച കമ്മൽ. ഇതൊരു ജിമിക്ക ടൈപ്പാണ് കേട്ടോ. അവൾക്ക് സെറ്റ് സാരിയും സെറ്റ് മുണ്ടൊക്കെ കൊടുക്കുമ്പോൾ ഇടാനായിട്ട് ഞാൻ വാങ്ങിച്ചു. കാരണം അവളൊരു നാടൻ പെൺകുട്ടിയാണ്, പിന്നെ നാടൻ പെൺകുട്ടിയാണ്. അപ്പോൾ കൂടുതലും അവൾ സാരിയൊക്കെയാണ് യൂസ് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇത് ജിമിക്ക കമ്മല വാങ്ങിച്ചേക്കണം അവൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ ഗിഫ്റ്റൊക്കെ ഇനി നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. ഞാൻ ചുമ്മാ നേരത്തെ വാങ്ങിച്ച് വെച്ചേയുള്ളൂ. അപ്പോൾ ഓക്കെ. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം. ബൈ പറഞ്ഞേ. ബൈ. ടാറ്റാ. ഇനി അപ്പോൾ ബൈ ടാറ്റാ. ഗുഡ് നൈറ്റ്.